ഗൗതം ഗംഭീർ സൂര്യകുമാർ യാദവ് യുഗത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ ശ്രീലങ്ക ആദ്യ T20 ഇന്ന് പല്ലേക്കലയിൽ. പുതിയ കോച്ച്, പുതിയ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും, മാറിമറിഞ്ഞ ടോപ്പ് 6ഉം സ്പിൻ യൂണിറ്റും. T20 കിരീടം നേടി ടീം ഇന്ത്യയുടെ റീബൂട്ട്. ലക്ഷ്യം അടുത്ത കിരീടം തന്നെയാണ്. ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. സോണി നെറ്റ്വർക്കിലാണ് ടെലികാസ്റ്റ്. ഹൈ സ്കോറിംഗ് മത്സരം തന്നെയാണ് പല്ലേക്കലയിൽ കാണാറ്. അതിന് പക്ഷേ ടോസോ ലങ്കൻ ബാറ്റേഴ്സോ കനിയണം. സമീപകാലത്ത് ഇന്ത്യക്കെതിരെ തകർന്നടിയുന്ന ബാറ്റിംഗ് നിരയാണ് ലങ്കയുടേത്. സ്ക്വാഡിലുള്ള 8 ഇന്ത്യൻ ബാറ്റേഴ്സിന്റെയും ഈ വർഷത്തെ T20 സ്ട്രൈക്ക് റേറ്റ് 140-ന് മുകളിലുമാണ്. ആരെയൊക്കെ 11-ൽ കൊണ്ടുവരുമെന്നാണ് ഇനി അറിയേണ്ടത്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗിൽ, സൂര്യകുമാർ യാദവ് എന്നിവർ ടോപ്പ് 3-ൽ ഫിക്സ് ആണ്. മധ്യനിര സോർട്ട് ചെയ്യുക എന്ന ടാസ്ക്കാണ് പ്രധാനമായും ഗംഭീറിനുണ്ടാവുക. കോമ്പിനേഷനും മിഡിൽ ഓർഡറിനെ ബാധിക്കും. അർഷദീപും മുഹമ്മദ് സിറാജുമായിരിക്കും പേസർമാർ. ഒപ്പം ഹാർദിക് പാണ്ഡ്യയും പേസ് അറ്റാക്കിൽ വരും. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ബിഷ്ണോയ് ഉറപ്പാണ്. ഒപ്പം അക്ഷർ പട്ടേലും ഉണ്ടാകും. വിക്കറ്റ് കീപ്പറായി പന്ത് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ്. ഇനി ബാക്കിയുള്ളത് 2 സ്ലോട്ടുകളാണ്. ഹാർദിക് പാണ്ഡ്യയെ 4 ഓവറും പന്തെറിയിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു ഓൾറൗണ്ടറെ കൂടി മാനേജ്മെന്റ് ഇറക്കിയേക്കും. സുന്ദറോ ഡുബേയോ കളിക്കാനാണ് സാധ്യത. ബാക്കിയുള്ള ഒരു സ്ലോട്ടിനായി സഞ്ജു സാംസണും റിങ്കു സിംഗും തമ്മിൽ മത്സരമുണ്ടാകും. കിട്ടിയ അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിച്ച താരമാണ് റിങ്കു സിംഗ്. ഫിനിഷർ റോളിൽ വിശ്വസിക്കാൻ പറ്റിയ താരം. എന്നാൽ അത്തരം റോളുകൾക്ക് ഗൗതം ഗംഭീർ പ്രാധാന്യം കൊടുക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും റിങ്കു കളിക്കുക. റിങ്കു കളിച്ചാൽ 3-ാം T20 വരെ സഞ്ജുവിനെ കാത്തിരിക്കേണ്ടി വരും. അവസാന വാക്ക് സൂര്യകുമാറിൻ്റേത് തന്നെയായിരിക്കും. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.